അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി പോയിട്ട് ജൂൺ സ്ട്രീറ്റിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി. ലേറ്റായി എത്തുമ്പോൾ നല്ലോണം കൊതുക് അടിച്ചിന്. മഴയിലല്ല, എല്ലായിടത്തും നല്ല കൊതുകുണ്ടായിരുന്നു. എല്ലായിടത്തും അവിടെ നിന്ന് നല്ല കൊതുക് അടിച്ചിട്ട് ഭയങ്കര ഇറിറ്റേഷനാണ് ഇവിടുത്തെ കൊതുക് അടിച്ചാൽ. അപ്പം വീട്ടിലെത്തിയിട്ട് ഫുഡ് ആക്കണം. നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, എന്താ നല്ല അടിപൊളി പിലോപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒന്നോടെ തന്നെ മുളകൊക്കെ പുരട്ടിയിട്ട് നമുക്ക് ഫ്രൈ ആക്കണം. കപ്പ നോക്കിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക്, അപ്പോൾ എവിടെയും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അത്രയും വേണ്ടു. അപ്പോൾ ചപ്പാത്തിയും ഒരു മീൻ എന്താ പറയുക ഫ്രൈ ചെയ്തിട്ട് ആ ഒരു മസാലയിൽ പൊളിച്ചെടുക്കുന്ന ഇതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ പിലോപ്പിയൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാം. കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലിംഗിഷം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർക്കാം, ഞാൻ പക്ഷേ വെള്ളമാണ് ചേർക്കുന്നത്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപയാക്കിയിട്ട് നമ്മൾ മീനിലേക്ക് ഓരോന്നിലേക്ക് തേച്ചങ്ങ് പിടിപ്പിക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നോർമൽ മസാലാസാണ്, എക്സ്ട്രാ മസാല ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ തനി നാടൻ മസാല തന്നെ ചേർക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര ഫ്രൈ ചെയ്താലോ അല്ലെങ്കിൽ അത് കുക്ക് ചെയ്താലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കോമൺ ആയ മസാലാസ് ചേർത്തിട്ട് കുക്ക് ചെയ്യുന്നത്. നല്ല ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടി അവർ വൃത്തിയാക്കി തന്നോട്ട് എന്ത് എളുപ്പം അറിയും. ഇവിടെ എറണാകുളത്ത് വന്ന ശേഷം എല്ലാ കടയിലും മീൻ വൃത്തിയാക്കി തരും കേട്ടോ. അത് പൈസയൊന്നും എക്സ്ട്രാ കൊടുക്കുകയൊന്നും വേണ്ട. ആ എമൗണ്ടിൽ തന്നെ നമ്മൾ മീൻ എത്രയാണോ വില അത് മാത്രം കൊടുത്താൽ മതി. ആ എമൗണ്ടിൽ തന്നെ അവർ നന്നായിട്ട് വൃത്തിയാക്കി തരും. അതെനിക്കിവിടെ വന്നിട്ട് ഭയങ്കര എന്താ പറയുക അടിപൊളിയായി തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കാറുണ്ട്. ഫുള്ളായിട്ട് അവർ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഞാനത് ഫുൾ മസാല തേച്ച് പിടിപ്പിച്ച് സൈഡിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ആയിട്ടും വെക്കാം തൽക്കാലത്തേക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് പിടിക്കുന്നവരെ. പിന്നെ ഞാനൊന്ന് ഒരു ഫിഷ് മസാലയും പിന്നെ ഒന്ന് ഇലയിൽ പൊതിഞ്ഞിട്ടും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനത്തെ 2 ടൈപ്പാണ് ആക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മസാല പ്രിപ്പയർ ചെയ്യണം. കുറച്ച് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അതവിടെ മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ചപ്പാത്തിയും വേഗം ചുട്ടെടുക്കാം. വേറൊന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈ 2 സംഭവങ്ങൾ മാത്രമാണ് ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനിവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശിശിര അവിടെ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അവിടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വരുന്നവരെ അതവിടെ നിന്നാവട്ടെ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് അവിടെ സിമ്മിലിട്ട് വെച്ച് ആക്കിയെടുത്താൽ മതി. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേഗം എല്ലാവർക്കും 2 ചപ്പാത്തി വീതം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 2 വെച്ചിട്ടേ ആക്കുന്നുള്ളൂ. അപ്പോൾ അത് അവിടെ നിന്ന് സ്പീഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെയ്യൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റില്ല. അതുകൊണ്ടാണ് ലേശം നെയ്യും കൂടി ഇട്ടത് കേട്ടോ. അപ്പോൾ ഓരോന്ന് ചുടുക അത് ഏറ്റവും എളുപ്പമാണ്. ഇങ്ങനെ ചപ്പാത്തി ചുടുന്നത് ഭയങ്കര എളുപ്പമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് 2 പേരുണ്ടെങ്കിൽ വേഗമാവും. ഞാനും പൊന്നും പണ്ടെപ്പോൾ ഇതുപോലെ ചപ്പാത്തി ഇടാറ്. ഒരാൾ പരത്തുന്നുണ്ടാവും, ഒരാൾ ചുടുന്നുണ്ടാവും. വേഗം പണി തീർക്കാൻ പറ്റും. അങ്ങനെ ചപ്പാത്തി പണിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വേഗം മീൻ ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. 2 മീനും ഫ്രൈ ചെയ്തിട്ട് കേട്ടോ. ഒന്ന് നേരെ മസാലയിലേക്ക് ഇടുക ചെയ്യുന്നത്, ഒന്ന് നേരെ പൊള്ളിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നാളത്തേക്കുള്ള ഉഴുന്ന് അരച്ച് വെക്കുകയാണ് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്ക് മീനിൻ്റെ മസാലയായി. അത് ഇല കൊണ്ടുവന്നപ്പോഴത്തേക്ക് ലേശം ഇലയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത മീനും കൂടെ വെച്ച് അതിൻ്റെ മുകളിൽ ലേശം കൂടെ മസാല ഇട്ടിട്ട് നന്നായിട്ട് പൊതിയുന്നുണ്ട് കേട്ടോ. ഓവർ മസാല ഇടേണ്ട ആവശ്യമില്ല. കാരണം ജസ്റ്റ് ഒന്ന് മീൻ പൊതിയാൻ മാത്രമേ മസാല ഇടുന്നുള്ളൂ, വേറെ ഒന്നിനും ഇടുന്നില്ല. എന്നിട്ട് വാഴയിലയിൽ നമുക്ക് വാട്ടിയെടുക്കാം. അതായത് സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ജസ്റ്റ് അപ്പുറം ഇപ്പുറവും തിരിച്ചിട്ട് ഇലയൊന്ന് ചൂടാവുന്ന വരെ വാട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ മീൻ ഫ്രൈയും പൊതിയലയും മസാലയും ലേശം മാങ്ങയും ഒക്കെ മുറിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് കേട്ടോ. ഇന്ന് ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒരു 5 മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നു. ഉറക്കത്ത് എണീറ്റ് വരുന്ന നേരെയുള്ള വരവാണ്. നേരെ വന്നപ്പോൾ ആദ്യം നോക്കിയത് അരച്ച് വെച്ച മാവായിരുന്നു. നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ദോശയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ഇത് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. ദോശയൊക്കെ ആണല്ലോ, ഇഡ്ഡലിക്കൊക്കെ ആകുമ്പോഴാണ് പൊന്തിയിട്ടില്ലെങ്കിലും ടെൻഷൻ ഉണ്ടാവുക. പക്ഷെ ദോശയൊക്കെ ആകുമ്പോൾ എൻ്റെ മാവ് അടിപൊളിയായിട്ട് വരാറുണ്ട്
കിട്ടാറുണ്ട്. നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായിട്ടും കുറേ വീഡിയോസിൽ ഉഴുന്ന് ദോശ ഇഡ്ഡലിയൊക്കെ ആക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ക റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് അതിൻ്റെ പകുതി ഉഴുന്നെടുക്കുക, പ്ലസ് ഉഴുന്നിൻ്റെ പകുതി ചോറ് എടുക്കുക. അങ്ങനെ ഒരു ഇസ്റ്റു ഫോമിലാണ് വരിക. വൈകുന്നേരം രാവിലെ എണീറ്റ് സെറ്റ് ചെയ്തു. അത് സെറ്റായപ്പോൾ തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ കറിയാണ് വെക്കുന്നത്, വേറെ കറികളൊന്നും ആക്കുന്നില്ല. ചിക്കൻ ഉള്ളതുകൊണ്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. ആസ് യൂഷ്വൽ പോലെ എല്ലാം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ചിക്കനും കൂടി ഇട്ട് വിസിലടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് ദോശയും കൂടെ ചൂടാം. നെയ് റോസ്റ്റാണ് ആക്കുന്നത്. ഞാൻ എല്ലാവർക്കും ആക്കുന്നില്ല, എനിക്ക് എന്തായിട്ടും കോളേജിൽ പോകേണ്ടതുകൊണ്ട് എനിക്ക് മാത്രമേ ആക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനാകുമ്പോഴത്തേക്ക് ആക്കി കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേ ആക്കി വെച്ചാൽ ടേസ്റ്റും ഉണ്ടാവില്ല, ചൂട് നിൽക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എനിക്ക് ഉച്ചക്കേക്കും രാവിലത്തേക്കും കഴിക്കാൻ ദോശ തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനോടാണ് കുറച്ചും കൂടി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ദോശ തന്നെയാണ് ഉച്ചക്ക് കഴിക്കാനൊക്കെ എടുക്കുന്നത്. അങ്ങനെ ദോശയൊക്കെ ആയി കഴിച്ചു ഇറങ്ങി പോവുകയാണ് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, ജംഗ്ഷൻ വരെ ഒന്ന് നടക്കണം, ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങനെ ബസ് കയറി. തമ്മനം ബസ്സാണ് കിട്ടിയത്. അത് 2 റൂട്ട് ബസ്സുണ്ട്. അതായത് ഹൈവേ പോകുന്ന ഒരു ബസ്സുണ്ട്, പാലാരിവട്ടം വഴി പോകുന്നത്. ഇത് തമ്മനം വഴി പോകുന്നത്, ഷോർട്ട് കട്ട് വഴി പോകുന്നത്. അപ്പോൾ ഈ ബസ് കിട്ടിയതുകൊണ്ട് ഇന്ന് ഇതിലോട്ട് പോകാൻ വിചാരിച്ചു. പണ്ട് ചെറിയമ്മയുടെ സ്റ്റോപ്പ് ഇതാണ്. ഞാൻ പണ്ട് അമ്പലത്തിലൊക്കെ, ഈ അമ്പലത്തിൽ സ്ഥിരം പോകുന്നൊരു അമ്പലമായിരുന്നു പൊന്നുരുന്നി അമ്പലം. ഇപ്പം കുറച്ച് ദൂരം അപ്പുറത്തായതുകൊണ്ട് എപ്പെങ്കിലും കൂടിയേ പോകാറുള്ളൂ. അങ്ങനെ ഇത് JLL സ്റ്റേഡിയം എത്തി. അടുത്ത സ്റ്റോപ്പാണ് കല്ലൂർ വന്നിട്ട്. അങ്ങനെ കോളേജിലെത്തി. വന്നപ്പാട് കുറച്ച് സാധനങ്ങൾ നോക്കാനുണ്ടായിരുന്നു, ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയറൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് നോക്കിയപ്പാടിന് സമയം കുറച്ചായി കേട്ടോ. ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി. രാവിലത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വന്നപ്പാടുള്ളത്. അതിന് ശേഷമാണ് ഈ ഒരു നോട്ടവും കാര്യം. ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ ഒരു 5 മിനിറ്റ് എപ്പോഴും റെഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം ആയപ്പം നേരെ മെട്രോ കയറിയിട്ട് വീട്ടിൽ പോകാം കേട്ടോ. ഇനി എന്നാണ് ചേച്ചിയിലേക്ക് പോകുന്നതിനൊക്കെ പോകുന്നത്. വീട്ടിലേക്കല്ല, സൗത്തിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്, സൗത്തിലെത്തിയിട്ട് കാണാം. തൊട്ടടുത്തുള്ള JLL മെട്രോയിൽ തന്നെ വന്നിട്ട് അവിടെ നേരെ സൗത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ അവരെത്തിക്കോളും. ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒന്നാമത് നല്ല കാറ്റും മഴ എന്ന് വെച്ചാൽ അതിശക്തമായ കാറ്റും മഴ. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരെ സൗത്തിൽ പോയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് നേരത്തെ സൗത്തിലെത്തി. നല്ല മഴയായിരുന്നു. എനിക്ക് ഈ മഴയത്ത് ഇങ്ങനെ നടക്കുന്നത് തീരെ ഇഷ്ടമല്ല. അവിടെ ചളിയും പിള്ളിയും ഒന്നും പറയണ്ട. അതുകൊണ്ട് എന്തോ ഒരുമാതിരി ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ റോട്ടിലിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല മഴയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പോയിട്ട് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. സൗത്തിലാണെങ്കിൽ പണിയെടുക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം എത്തിയപ്പോഴത്തേക്ക് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലെ ആൾക്കാർ കണ്ടോ, നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കയറിയിട്ട് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് കാത്തുന്നത്. പിന്നെ അവർ ട്രെയിൻ ഓൾറെഡി അവിടെ ഉള്ളതുകൊണ്ട് അവർ വന്നപ്പോഴത്തേക്ക് നേരെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ 5th പോയിട്ട് നിന്നു. ട്രെയിൻ ഓൾറെഡി ഇവിടെ ഹോൾട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അവരും ഏട്ടനൊക്കെ എത്തി. ശിശ്രിയും ഗൂഗിളേട്ടനും ഗേട്ടനും എത്തി. പിന്നെ കുറച്ച് സമയം അവിടെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്ന്, കാരണം ഒന്ന് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ ലഗേജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ ഇരുന്ന് വർത്താനം പറയാമല്ലോ. കുറച്ച് സമയം ഇരുന്ന് അങ്ങ് വർത്താനം പറഞ്ഞു പോവുമല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ കാണാൻ തന്നെ അറിയില്ല. കുറേ നാൾക്ക് ശേഷം ഇനി കാണുള്ളൂ തോന്നുന്നു. അപ്പം ബൈ ഒക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. 3 ദിവസം വന്നപ്പോൾ എനിക്ക് ആകെ ഒരു ദിവസം ഇവരോട് പുറത്തൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൂ. ഫുൾ അയ്യേട്ടനായിരുന്നു കൂടെ പോയതും വന്നതൊക്കെ. അപ്പം ഇനി അടുത്ത വരവ് എപ്പോൾ അറിയില്ല. നമ്മളിനി അടുത്ത വരവ് ബാംഗ്ലൂരിലേക്ക് എപ്പോൾ അറിയില്ല. എന്തായിട്ടും ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഇവരപ്പുറം വരാം. നല്ല അടിപൊളി ഡേയ്സ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ.